ഹായ് ഓൾ BSc നഴ്സിംഗ് ഡിഗ്രി പ്രോഗ്രാമിനെ കുറിച്ചിട്ട് അറിയേണ്ട കാര്യങ്ങളെല്ലാമാണ് ഇന്ന് നമ്മൾ പറയുന്നത്. BSc നഴ്സിംഗ് ഡിഗ്രി പ്രോഗ്രാം എന്ന് പറയുന്നത് 4 ഇയർ ഫുൾ ടൈം പ്രോഗ്രാമാണ്. 8 സെമസ്റ്ററാണുള്ളത്. ക്രെഡിറ്റ് സിസ്റ്റവും സെമസ്റ്റർ സിസ്റ്റവുമാണ് അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്. ഫൗണ്ടേഷണൽ, കോർ ആൻഡ് ഇലക്റ്റീവ് കോഴ്സസ് ഉണ്ട്. ചോയ്സ് ബേസ്ഡ് സിസ്റ്റം ആപ്ലിക്കബിൾ ആയിട്ടുള്ളത് ഇലക്റ്റീവ് കോഴ്സിന് മാത്രമാണ്. ഇനി ഫസ്റ്റ് സെമസ്റ്ററിലുള്ള സബ്ജക്ട്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ്, അപ്ലൈഡ് അനാറ്റമി, അപ്ലൈഡ് ഫിസിയോളജി, അപ്ലൈഡ് സോഷ്യോളജി, അപ്ലൈഡ് സൈക്കോളജി ആൻഡ് നഴ്സിംഗ് ഫൗണ്ടേഷൻ 1. മാൻഡേറ്ററി മൊഡ്യൂൾ എന്ന് പറയുന്നത് ഫസ്റ്റ് എയ്ഡ് ആസ് പാർട്ട് ഓഫ് നഴ്സിംഗ് ഫൗണ്ടേഷൻ 1 കോഴ്സാണ്. ഫസ്റ്റ് എയ്ഡ് ആണ് മാൻഡേറ്ററി മൊഡ്യൂൾ എന്ന് പറയുന്നത്. സെമസ്റ്റർ 2-ലുള്ളത് അപ്ലൈഡ് ബയോകെമിസ്ട്രി, അപ്ലൈഡ് ന്യൂട്രീഷൻ ആൻഡ് ഡയറ്ററ്റിക്സ്, നഴ്സിംഗ് ഫൗണ്ടേഷൻ 2, ഹെൽത്ത് നഴ്സിംഗ് ഇൻഫോർമേഷൻസ് ആൻഡ് ടെക്നോളജി. മാൻഡേറ്ററി മൊഡ്യൂൾ എന്ന് പറയുന്നത് ഹെൽത്ത് അസസ്മെൻറ്റ് ആസ് പാർട്ട് ഓഫ് നഴ്സിംഗ് ഫൗണ്ടേഷൻ 2 കോഴ്സ്. ദെൻ സെമസ്റ്റർ 3 എന്ന് പറയുന്നത് അപ്ലൈഡ് മൈക്രോബയോളജി ആൻഡ് ഇൻഫെക്ഷൻ കൺട്രോൾ ഇൻക്ലൂഡിംഗ് സേഫ്റ്റി, ഫാർമക്കോളജി 1, പാത്തോളജി 1, അഡൽട്ട് ഹെൽത്ത് നഴ്സിംഗ് 1 വിത്ത് ഇൻ്റഗ്രേറ്റഡ് പാത്തോഫിസിയോളജി. മാൻഡേറ്ററി മൊഡ്യൂൾ എന്ന് പറയുന്നത് BCLS ആണ് ആസ് പാർട്ട് ഓഫ് അഡൽട്ട് ഹെൽത്ത് നഴ്സിംഗ് 1. സെമസ്റ്റർ 4 എന്ന് പറയുന്നത് ഫാർമക്കോളജി 2, പാത്തോളജി 2 ആൻഡ് ജെനറ്റിക്സ്, അഡൽട്ട് ഹെൽത്ത് നഴ്സിംഗ് വിത്ത് ഇൻ്റഗ്രേറ്റഡ് പാത്തോഫിസിയോളജി ഇൻക്ലൂഡിംഗ് ജീറിയാട്രിക് നഴ്സിംഗ്, പ്രൊഫഷണലിസം, പ്രൊഫഷണൽ വാല്യൂസ് ആൻഡ് എത്തിക്സ് ഇൻക്ലൂഡിംഗ് ബയോ എത്തിക്സ്. മാൻഡേറ്ററി മൊഡ്യൂൾ എന്ന് പറയുന്നത് ഫണ്ടമെൻറ്റൽസ് ഓഫ് പ്രിസ്ക്രൈബിംഗ് അണ്ടർ ഫാർമക്കോളജി 2 ആൻഡ് പാലിയേറ്റീവ് കെയർ മൊഡ്യൂൾ അണ്ടർ അഡൽട്ട് ഹെൽത്ത് നഴ്സിംഗ് 2. സെമസ്റ്റർ 5-ലുള്ള സബ്ജക്ട്സ് നോക്കാം. ചൈൽഡ് ഹെൽത്ത് നഴ്സിംഗ് 1, മെൻ്റൽ ഹെൽത്ത് നഴ്സിംഗ് 1, കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗ് 1, എഡ്യൂക്കേഷണൽ ടെക്നോളജി ഓർ നഴ്സിംഗ് എഡ്യൂക്കേഷൻ, ദെൻ ഇൻട്രൊഡക്ഷൻ ടു ഫോറൻസിക് നഴ്സിംഗ് ആൻഡ് ഇന്ത്യൻ ലോസ്. മാൻഡേറ്ററി മൊഡ്യൂൾ എന്ന് പറയുന്നത് എസെൻഷ്യൽ ന്യൂ ബോൺ കെയർ ആണ്. ദെൻ സെമസ്റ്റർ 6 എന്ന് പറയുന്നത് ചൈൽഡ് ഹെൽത്ത് നഴ്സിംഗ് 2, മെൻ്റൽ ഹെൽത്ത് നഴ്സിംഗ് 2, നഴ്സിംഗ് മാനേജ്മെൻറ്റ് ആൻഡ് ലീഡർഷിപ്പ്, മിഡ്വൈഫറി ദാറ്റ് ഈസ് ഒബ്സ്റ്ററ്റിക്സ് ആൻഡ് ഗൈനക്കോളജിക്കൽ നഴ്സിംഗ് 1. മാൻഡേറ്ററി മൊഡ്യൂൾ എന്ന് പറയുന്നത് SBA മൊഡ്യൂൾ അണ്ടർ OBG നഴ്സിംഗ് 1 ആൻഡ് 2 ആണ്. ദെൻ സെമസ്റ്റർ 7 എന്ന് പറയുന്നത് കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗ് 2, നഴ്സിംഗ് റിസർച്ച് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്, മിഡ്വൈഫറി ഓർ ഒബ്സ്റ്ററ്റിക്സ് ആൻഡ് ഗൈനക്കോളജി നഴ്സിംഗ് 2. മാൻഡേറ്ററി മൊഡ്യൂൾ എന്ന് പറയുന്നത് സേഫ് ഡെലിവറി ആപ്പ് അണ്ടർ OBG നഴ്സിംഗ് 2. സെമസ്റ്റർ 8 എന്ന് പറയുന്നത് ഇൻറ്റേൺഷിപ്പാണ്. ഇൻറ്റൻസീവ് പ്രാക്ടിക്കം ആൻഡ് റെസിഡൻസി പ്രോഗ്രാമാണ് സെമസ്റ്റർ 8-ൽ വരുന്നത്. ഇനി ഇലക്റ്റീവ് മൊഡ്യൂളാണ്. ഇലക്റ്റീവ് മൊഡ്യൂൾസ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇലക്റ്റീവ് മൊഡ്യൂൾസ് ടു ബി കംപ്ലീറ്റഡ് എന്ന് പറയുന്നത് 3 മൊഡ്യൂളാണ്. എവറി മൊഡ്യൂളിൽ 1 ക്രെഡിറ്റ് ഈക്വൽ ടു 20 hours ആണുള്ളത്. സെമസ്റ്റർ 3 and 4-ൽ ടു കംപ്ലീറ്റ് എനി വൺ ഓഫ് ഇലക്റ്റീവ് ബൈ എൻഡ് ഓഫ് ദ 4th സെമസ്റ്റർ അക്രോസ് 1 to 4 സെമസ്റ്ററാണ്. അത് ഹ്യൂമൻ വാല്യൂസ്, ഡയബറ്റിക് കെയർ ആൻഡ് സോഫ്റ്റ് സ്കില്ല്. ദെൻ സെമസ്റ്റർ 5 and 6-ൽ വരുന്നത് ടു കംപ്ലീറ്റ് എനി വൺ ഓഫ് ദ ഫോളോയിങ് ബിഫോർ ദ എൻഡ് ഓഫ് ദ 6th സെമസ്റ്റർ ദാറ്റ് ഈസ് CBT, പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ്, അഡിക്ഷൻ സൈക്യാട്രി, അഡോളസെൻറ്റ് ഹെൽത്ത്, സ്പോർട്സ് ഹെൽത്ത്, അക്രഡിറ്റേഷൻ ആൻഡ് പ്രാക്ടീസ് സ്റ്റാൻഡേർഡ്സ്, ഡെവലപ്മെൻറ്റൽ സൈക്കോളജി, മെനോപോസൽ ഹെൽത്ത് ആൻഡ് ഹെൽത്ത് എക്കണോമിക്സ്. ദെൻ സെമസ്റ്റർ 7 and 8 സെമസ്റ്ററിൽ വരുന്നത് ടു കംപ്ലീറ്റ് എനി വൺ ഓഫ് ദ ഫോളോയിങ് ബിഫോർ എൻഡ് ഓഫ് ദ 8th സെമസ്റ്റർ ദാറ്റ് ഈസ് സയൻറ്റിഫിക് റൈറ്റിംഗ് സ്കിൽ, ലാക്ടേഷൻ മാനേജ്മെൻറ്റ്, സെക്ച്വാലിറ്റി ആൻഡ് ഹെൽത്ത്, സ്ട്രെസ് മാനേജ്മെൻറ്റ്, ജോബ് റെഡിനെസ് ആൻഡ് എംപ്ലോയബിലിറ്റി ഇൻ ഹെൽത്ത് കെയർ സെറ്റിംഗ്. ഇനി നമുക്ക് ഡ്യൂറേഷൻ ഓഫ് ദ പ്രോഗ്രാം നോക്കാം. ഡ്യൂറേഷൻ ഓഫ് ദ പ്രോഗ്രാം എന്ന് പറയുന്നത് 8 സെമസ്റ്റർ ആണുള്ളത്. അതുകൊണ്ട് തന്നെ 4 years ആണുള്ളത്. 1 സെമസ്റ്റർ പ്ലാൻ ഫോർ ദ ഫസ്റ്റ് 7 സെമസ്റ്റർ. 1 സെമസ്റ്റർ പ്ലാൻ, അതായത് ഫസ്റ്റ് 7 സെമസ്റ്ററിലേക്കുള്ള പ്ലാൻ പറയാം. ടോട്ടൽ വീക്സ് പെർ സെമസ്റ്റർ എന്ന് പറയുന്നത് 26 വീക്സ് പെർ സെമസ്റ്റർ ആണ്. നമ്പർ ഓഫ് വീക്സ് പെർ സെമസ്റ്റർ ഫോർ ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് 20 weeks into 40 hours per week ദാറ്റ് ഈസ് 800 hours ആണ്. ദെൻ മിനിമം നമ്പർ ഓഫ് വർക്കിംഗ് ഡേയ്സ് എന്ന് പറയുന്നത് 100 വർക്കിംഗ് ഡേയ്സ് പെർ സെമസ്റ്റർ ആണ്. ഇനി വെക്കേഷൻ എന്ന് പറഞ്ഞാൽ 3 weeks ഉണ്ട്, ഹോളിഡേയ്സ് 1 week ഉണ്ട്, എക്സാമിനേഷൻ ആൻഡ് പ്രിപ്പറേറ്ററി ഹോളിഡേയ്സ് 2 weeks ഉണ്ട്. ടോട്ടൽ 6 weeks ആണ് അത് വരുന്നത്. ഇനി സെമസ്റ്റർ 8 എന്ന് പറയുന്നത് ഇൻറ്റേൺഷിപ്പാണ്. ടോട്ടൽ വീക്സ് പെർ സെമസ്റ്റർ എന്നുള്ളത് 26 weeks തന്നെയാണ്. വീക്സ് അവൈലബിൾ ഫോർ ഇൻറ്റേൺഷിപ്പ് എന്ന് പറയുന്നത് 22 weeks ആണ്. അതായത് 48 hours per week into 22 weeks ദാറ്റ് ഈസ് 1056 hours വരുന്നുണ്ട്. വെക്കേഷൻ എന്ന് പറഞ്ഞാൽ 1 week ഉണ്ട്, ഹോളിഡേയ്സ് എന്ന് പറയുന്നത് 1 week ഉണ്ട്, അതുപോലെ തന്നെ എക്സാമിനേഷൻ ആൻഡ് പ്രിപ്പറേറ്ററി ഹോളിഡേയ്സ് എന്ന് പറയുന്നത് 2 weeks ഉണ്ട്. അത് ടോട്ടൽ വരുന്നത് 4 weeks ആണ്.